ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക, കർത്താവേ, ഞങ്ങളുടെയൊക്കെ ഒരു കേസ് വന്നിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ല. യേശു പറയാണ്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ വിശ്വാസം ഉള്ളത് കൊണ്ടത്തെ. രണ്ടാമത്, ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി പോകാൻ പറഞ്ഞാൽ അത് പോകും. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ അല്ലേ? അല്പവിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്ക് ഭൂതത്തെ പുറത്താക്കാൻ പറ്റാഞ്ഞത്. ഒരു കടുകുമണിയോളം ഉണ്ടെങ്കിൽ ഒരു മലയോട് പറഞ്ഞാൽ അത് പോകും. അപ്പോൾ ക്ലിയറാണ്, വിശ്വാസം എത്രയുണ്ടെന്നുള്ളതല്ല, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആ ഭാഗവും മത്തായിയുടെ സുവിശേഷം 21 അത്തിയുടെ വിഷയത്തിലെ ചേർത്ത് വായിച്ചാൽ ഉപവാസം, പ്രാർത്ഥന, ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എങ്ങനെ വിശ്വാസം ഉപയോഗിക്കണമെന്ന് ഒരാൾക്ക് പിടി കിട്ടും. ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ അവൻ അല്പവേ വിശ്വാസമുള്ളെങ്കിലും അത് ഉപയോഗിക്കണം, പറയണം, സംസാരിക്കണം. അതിന് വിരോധമായി വരുന്ന സകല ശബ്ദങ്ങളെയും ഈ ശബ്ദം അതിൻ്റെ ഒച്ച കൊണ്ടല്ല, സൗണ്ട് കൊണ്ടല്ല, വോളിയം കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് തകർക്കാൻ കഴിയും. 10 ദ്രഹ്മ, 5 ദ്രഹ്മ, 1 ദ്രഹ്മയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. 1 ദ്രഹ്മ കിട്ടിയവൻ അത് കുഴിച്ചിട്ടു. ഇതുപോലെ വിശ്വാസം കുഴിച്ചിടരുത്, ഉപയോഗിക്കണം. പൈസ പൂഴ്ത്തി വെക്കുന്നവര്, ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ജനങ്ങൾ ശപിക്കുമെന്ന സദൃശ്യവാക്യം പറയുന്നു. ഉപയോഗിക്കണം. പൈസ ഉപയോഗിക്കുമ്പോഴാണ് പൈസ വർദ്ധിക്കുന്നത്. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം, സംസാരിക്കണം. ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ച് മൂവ് ചെയ്യണം, വർദ്ധിക്കും. പ്രശ്നങ്ങളെ സംസാരത്താൽ മാറ്റാൻ പറ്റും, വാക്കിനാൽ മാറ്റാൻ പറ്റും, സൗഖ്യം നൽകാൻ പറ്റും. കടഭാരം നീങ്ങിപ്പോകും, കുടുംബ പ്രശ്നങ്ങൾ നീങ്ങും, ഭൂതങ്ങൾ ഓടിപ്പോകും.